11, 12. ദേ പ്രഭാവതി. ഹായ് മാല. ഹായ് രമണി. നിങ്ങൾ ഇവിടെ എത്തിയോ? നിനക്കപ്പോ യൂണിയൻ കെമിക്കൽസിൽ സെലക്ഷൻ കിട്ടിയില്ലേ? വീട്ടിൽ വേണ്ടേ മോളെ? അതിരിക്കട്ടെ. സൂര്യ എന്തിയെ? അതറിഞ്ഞില്ലേ? അവക്ക് SBT കിട്ടി. ആ മണ്ടിക്കോ? ബുദ്ധിയല്ല വേണ്ടത്, ഭാഗ്യ. ലക്കി ഗേൾ. ഈ സാരി കൊള്ളാലോ. ഇതെവിടുന്ന്? അതെയോ? എന്നാലും വെറൈറ്റി സെലക്ഷൻസ് കിട്ടണമെങ്കിൽ പ്രാർത്ഥനയിൽ പോണം. സാരികളുടെ മായ പ്രപഞ്ചം എന്നൊക്കെ പറയും പോലെ. നിന്റെ സാരി ക്രേസ് ഇതുവരെ മാറിയില്ലേ? അതൊരു സ്വപ്ന. ഒരു 100 സാരിയെങ്കിലും സ്വന്തമാക്കണമെന്നുള്ള ഒരു അതിമോഹം. എങ്ങനെയുണ്ട്? ഏയ്, ഒരു രക്ഷയില്ല. ഇതിന്റെ MD ഒരു മരങ്ങോടം കോന്നനാണെന്ന് തോന്നുന്നു. വല്ലാത്തൊരു നോട്ടവും ചിരിയും ചോദ്യവും ഒക്കെ. പ്രഭാവതി, ഇരിക്കൂ. എവിടെയാ വീട്? വീട്ടിലാരൊക്കെ ഉണ്ട്? എന്തിനു വേണ്ടിയാണ് ഈ ജോലിക്ക് ശ്രമിക്കുന്നത്? എന്റെ വീട് തൃക്കാരിയൂർ. ഞങ്ങൾ 5 മക്കളാ. കൂടാതെ അമ്മയും മുത്തശ്ശനും ഉണ്ട്. അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഈ ജോലി ജീവിക്കാൻ വേണ്ടി, സമൂഹത്തിൽ മാന്യതയ്ക്ക് വേണ്ടി. ഞാൻ മാറാത്തനേഷ്യസ് കോളേജിലാണ് പഠിച്ചത്. ഡിഗ്രിക്ക് ശേഷം അഡീഷണലായി സെക്രട്ടറിയൽ കോഴ്സും പാസ്സായിട്ടുണ്ട്. സാർ, ഈ സർട്ടിഫിക്കറ്റുകൾ നോക്കണം. എന്റെ 3 ചെറിയ ചോദ്യങ്ങൾക്ക് മിസ് പ്രഭാവതി ഒരുപാട് ഉത്തരങ്ങൾ നൽകി കഴിഞ്ഞു. കുറച്ച് ഓവറായില്ലേ എന്നൊരു ഡൗട്ട്. ക്ഷമിക്കണം സർ, പല ഇന്റർവ്യൂകളിൽ പങ്കെടുത്തിട്ടുള്ള എന്റെ ശീല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാണ്ട് കാണാപ്പാടാ. ചിലരാണെങ്കിൽ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ ഈ കമ്പനി കണ്ടിട്ട് എന്ത് തോന്നുന്നു, ഇവിടുത്തെ സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പിന്റെ എണ്ണം എത്രയാ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പിന്റെ എണ്ണം വരെ എടുത്തിട്ടാ ഇങ്ങോട്ട് കയറിയത്. ഭൂമിക്ക് എത്ര വയസ്സായി? കടലിൽ ഉപ്പ് ചൊരിഞ്ഞതാര്? ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്ര? പ്രായപൂർത്തിയായ ഒരു കഴുതയുടെ കൊമ്പിന് എത്ര നീളം വരും? ഇങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത PSC ഗൈഡുകൾ നോക്കി പഠിച്ചിട്ട് ഇന്റർവ്യൂവിന് വരുന്നവരെ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കൊന്നേ അറിയണ്ടു, ഈ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി തന്നാൽ എനിക്കെന്ത് തരും? ഞാൻ അത്രക്കാരിയല്ല. എനിക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട. ഒന്നേ, ഞാനൊന്ന് പറയട്ടെ. വിടോ, സാരി ഒന്ന് വിടോ. വിടാനാ പറഞ്ഞത്. വിടോ. സോറി സാർ, ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? സാറ് സാരി പിടിച്ചതാണെന്ന്. ഒരുപാട് ഇന്റർവ്യൂകളിൽ പങ്കെടുത്ത് ശീലിച്ച മിസ് പ്രഭാവതിക്ക് ഇത്തരമൊരു തെറ്റിദ്ധാരണ വന്നതിൽ അതിശയിക്കാനില്ല. എന്റെ ചോദ്യം എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ല. ഈ സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥത, കൃത്യനിഷ്ഠ, അതാണ് ഞാൻ പ്രതീക്ഷിച്ച മറുപടി. എനിവേ, നൗ യു ക്യാൻ ഗോ. സർ, ഈ ജോലി എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ വെറുതെ എന്തിനാ അപ്പോയിന്റ്മെന്റ് ഓർഡറും പ്രതീക്ഷിച്ച് പോസ്റ്റ്മാനെ കാത്തിരിക്കുന്നത്? നെക്സ്റ്റ്. അപ്പോയിന്റ്മെന്റ് ഓർഡർ നാഷണൽ എക്സ്പ്രസിൽ നിന്ന്. അമ്മേ, ചേച്ചിക്ക് ജോലി കിട്ടി. എന്തേ, വിശ്വാസമായില്ലേ? സ്വപ്നത്തിൽ പോലും എനിക്ക് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? എനിക്കറിയായിരുന്നു കിട്ടുമെന്ന്. ഞാൻ ഒത്തിരി കളിയാക്കാറുണ്ടെങ്കിലും നിനക്കൊരു ജോലി കിട്ടണമെന്നാ ദിവസവും പ്രാർത്ഥിക്കാറ്. അതിന്റെ ക്രെഡിറ്റ് നിനക്ക്. എന്റെ സ്മാർട്ട്നെസ്സും ബുദ്ധിയും കണ്ടിട്ടാ എന്നെ ജോലിക്കെടുത്തത്. ജോലി കിട്ടിയപ്പോഴേ നില മറക്കല്ലേ മോളെ. നിനക്കേ അസൂയ, മുഴുത്ത അസൂയ. അമ്മ പറയാറില്ലേ മോളെ, നിരന്തര പ്രയത്നം വിഫലമാവില്ലെന്ന്. ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ മുത്തശ്ശനൊരു ബോട്ടിൽ വാങ്ങിത്തരും. ഇത്തിരി നിറമുള്ളത് കഴിച്ചിട്ട് ഒരുപാട് നാളായി. ആദ്യത്തെ ശമ്പളം കിട്ടിയാലുടൻ ഞാൻ ഇവനെ ഒരു നല്ല തൂമ്പ വാങ്ങിക്കൊടുക്കും. പറമ്പൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിളക്കട്ടെ. പ്രഭാവതിയുടെ വീടല്ലേ? അതെ. ഞാൻ നാഷണൽ എക്സ്പോർട്സിൽ നിന്നാണ്. വണ്ടി വന്നിട്ടുണ്ട്. എന്തിനാ? കമ്പനിയിലെ സ്റ്റാഫുകൾ വരണതും പോണത് ഈ വണ്ടിയില്ല. കമ്പനി വണ്ടി ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല, വല്ല തട്ടിപ്പുകാരുമായിരിക്കും. അതെ, ഞാൻ ബസ്സിൽ വന്നോളാം. ടാറ്റയുടെയും ബിർളയുടെയും കമ്പനിയല്ലേ, വണ്ടി അയച്ച സ്റ്റാഫിനെ കൊണ്ടുപോകാൻ. നീ എന്താ വണ്ടി പോവാഞ്ഞേ?
അത് നാഷണൽ സ്പോർട്സിന്റെ വണ്ടിയല്ലേ? ദൈവമേ, കമ്പനി വണ്ടി തന്നെയാ. പഞ്ച്വാലിറ്റിയുടെ കാര്യത്തില് എന്റെ സ്ട്രിക്റ്റാ. ഈ മുത്തസിന്റെ വാക്ക് കേട്ട് ഞാൻ പെരുവഴിയിലായാലും എന്റെ ഈശ്വര. ചേട്ടാ എന്നെ ഒന്ന് സ്കൂട്ടറിൽ കൊണ്ടുവിടും. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആയിട്ട് ചെന്ന പ്രോബ്ലം ആവും. അയ്യോ, ഞാൻ ആ വഴിക്കല്ല. ഒന്ന് കൊണ്ടുവിടടാ, നിന്റെ പെങ്ങളല്ലേ. ആണോ? അടിജിയാണ്. ഇന്നേതായാലും നീ കറക്റ്റ് സമയത്ത് ആപ്പിച്ചിരിക്കും. ഒരു മിനിറ്റ്. ഓക്കേ, വണ്ടി ശരിയാവോ? ശരിയാവും. ഒന്ന് കൊണ്ട് കളയാമോ ഈ പാട്ട വണ്ടി? ഞാൻ ബസ്സിൽ പോകണം. അതാ ബുദ്ധി. ഒരു 5 മിനിറ്റ്. വേണ്ട. ഗുഡ് മോർണിംഗ് സാർ. Good morning, sir. മോർണിംഗ്. ആ ഫ്രഷ് അപ്പോയിന്റ്മെന്റ്. എന്താ കുട്ടിയുടെ പേര്? ആ പ്രഭാവതി. കയറിയില്ലേ? ഇല്ല സാർ, അവർക്ക് കമ്പനി വണ്ടിയിൽ വരാൻ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ. ടാറ്റായും ബിർളയും പോലെ വലിയ കമ്പനി ഒന്നും അല്ലല്ലോ എന്ന്. അഹങ്കാരിയാണല്ലേ? ഇന്ന് ബസ് കിട്ടി ഓഫീസിലെത്തുമ്പോ ആ കുട്ടി ഒരുപാട് വൈകും. കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡിസ്മസ് ചെയ്തേക്കാം അല്ലേ? നാഷണൽ എക്സ്പോർട്സ് വരെ പോണം. എത്രയാവും? 60 രൂപ. വേണ്ട, പൊയ്ക്കോ. ഒരു ലിഫ്റ്റ് തരുമോ ടൗണിലേക്ക്? ഒരു ലിഫ്റ്റ് തരുമോന്ന്? പ്ലീസ്. എന്താ പേര്? പ്രഭ. ഐ എം ശരത്. പഠിക്കേ? അല്ല, ജോലിയുണ്ട്. എന്നും ഈ നേരത്താണോ വരിക? നേരമില്ലാത്ത നേരത്ത് അവന്റെ ഒരു കിന്നരം പറിച്ചില്. എന്താ? അല്ല, പതുക്കെ വണ്ടി ഓടിക്കാനേ അറിയുള്ളൂന്ന്. എനിക്ക് സ്പീഡിൽ പോകുന്ന ഇഷ്ടം. അയ്യോ, ഞാൻ സ്പീഡിലെ ഓടിക്കാറ്. എന്റെ സ്പീഡ് കണ്ടിട്ട് പ്രഭക്കുട്ടി പേടിച്ചാലെന്ന് വിചാരിച്ചിട്ടാ. സ്പീഡിൽ ഓടിക്കട്ടെ? വേണമെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചിരുന്നോ ഒരു സേഫ്റ്റിക്ക്? വേണ്ട, വണ്ടി പിടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ സ്പീഡ് ആയിക്കൂടെ? ഇതിന് വല്ല ചാകാനും മറ്റിറങ്ങിയതാണോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. മേ ഐ കം ഇൻ സാർ? യെസ്. സോറി സാർ, എനിക്കൊരു അബദ്ധം പറ്റി. കമ്പനി വണ്ടിയാണ് രാവിലെ വീട്ടിൽ വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. വീടിന്റെ മുന്നിൽ ഒരു ബസ് വന്ന് നിൽക്കുക, ഒരാൾ ഇറങ്ങി വന്ന് കയറിക്കോളാൻ പറയാ. അല്ല, ഇപ്പോഴത്തെ കാലത്ത് ചുമ്മാ വന്ന് വണ്ടി കയറിക്കോളാൻ പറഞ്ഞ എന്നെ പോലൊരു പെണ്ണ് എങ്ങനെ വിശ്വസിക്കാ സാർ? ഓക്കെ ഓക്കെ, ജോയിൻ ചെയ്തോളൂ. ഒന്ന് എഴുന്നേക്കണം സാർ, പ്ലീസ്. ഒന്ന് എഴുന്നേക്കണം സാർ. ഞാനോ? ഞാനെന്തിനാ എഴുന്നേൽക്കുന്നത്? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലിയാ. എന്നെ അനുഗ്രഹിക്കണം സാർ. എന്താ ഇത്? കുട്ടി എഴുന്നേറ്റുള്ളൂ. നന്നായി വരും. അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു സാറിന്റെ അനുഗ്രഹം വാങ്ങിയിട്ടേ ജോയിൻ ചെയ്യാവൂന്ന്. കുട്ടിയുടെ അമ്മ ടീച്ചറായിരുന്നു അയ്യങ്കാവ് സ്കൂളിൽ. ഏറ്റവും നല്ല മാതൃകാ അധ്യാപികയ്ക്കുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. അയ്യങ്കാവ് സ്കൂളിലോ? പേര്? ശാരദ. ടീച്ചറമ്മ. അമ്മയില്ലാത്ത എനിക്ക് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ആ ടീച്ചറിൽ നിന്ന് കിട്ടിയതുകൊണ്ടായിരിക്കാം ചെറുപ്പത്തിലെ ഞാൻ അങ്ങനെ വിളിച്ച് ശീലിച്ചത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ബാംഗ്ലൂർ ആയിരുന്നതുകൊണ്ട്
പിന്നീട് ആ ടീച്ചറമ്മയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. മറന്നു എന്ന് തന്നെ പറയാം. അറിയാതെയാണെങ്കിലും ശാരദ ടീച്ചറിന്റെ മോൾക്ക് ജോലി കൊടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. ശാരദ ടീച്ചറിന്റെ എല്ലാ ഗുണങ്ങളും ആ പെങ്കൊച്ചിന് കിട്ടിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നിനക്ക് ആ പെൺകുട്ടിയെ നന്നായി ഇഷ്ടപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ ഒരു അഹങ്കാരിയാണെന്ന് തോന്നുമെങ്കിലും വളരെ വിനയവും അച്ചടക്കവും ആ കുട്ടിക്കുണ്ട്. വല്ല റൊമാൻസും തോന്നി തുടങ്ങിയോ? ചേട്ടൻ എന്തായി പറയുന്നത്? അങ്ങനെ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല, തോന്നിയില്ലെങ്കിലാ പ്രശ്നം. അവൾ എന്റെ ഓഫീസിലെ സ്റ്റെനോ ആണ്. ആയിക്കോട്ടെ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നീ ഏറ്റവും ബഹുമാനിക്കുന്ന നിന്റെ ടീച്ചറുടെ മകൾ കൂടിയല്ലേ? നമുക്കതങ്ങ് ആലോചിച്ചാലോ? അത് വേണോ? വേണ്ട കൈമളേട്ടാ. വേണം. ഒരു പെണ്ണിനെയും കണ്ട ഇഷ്ടപ്പെടാത്ത നിനക്ക് ആ കുട്ടിയോടൊരു താല്പര്യം തോന്നിയ സ്ഥിതിക്ക് ഞാനിത് ആലോചിക്കാൻ തീരുമാനിച്ചു. തീരുമാനിക്കുന്നതിന് മുമ്പ് അവളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയണ്ടേ? ശേഖരൻകുട്ടിയെ എനിക്ക് വലിയ ഇഷ്ടാ. ശേഖരൻകുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പോഴാണെങ്കിൽ അച്ഛനും മരിച്ചു. ബന്ധുക്കളെന്ന് പറയാൻ ആകെ ഒരു ആന്റി ഉണ്ട്, അവർ അമേരിക്കയില. പിന്നെ അടുത്തൊരാളെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ, സുഹൃത്തും വഴിയാട്ടിയൊക്കെ. ഇതുവരെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റാഞ്ഞതുകൊണ്ടാണ് വിവാഹം നീട്ടിക്കൊണ്ടുപോയത്. ആലോചിച്ചിട്ട് കുട്ടിക്കൂടി പൂർണ്ണ ബോധ്യമായിട്ട് മതി തീരുമാനം. ഇനി പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള പ്രശ്നം മാത്രമല്ലേ ബാക്കിയുള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോവാൻ വരട്ടെ. ഇതൊന്ന് പറഞ്ഞിട്ട് പോവൂ. എന്ത്? ആ പെണ്ണിന് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? ചോദിക്കണം. അയ്യേ, അതിന്റെ പിന്നാലെ ചെന്ന് എക്സ്ക്യൂസ് മീ എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കാൻ നാണോ ആവില്ലേ? ഒന്നുമില്ലേലും ഞാൻ അവളുടെ എംഡി അല്ലേ. എന്നാ പിന്നെ ചോദിക്കണ്ട. അല്ല, ചോദിച്ചാൽ എന്താ കുഴപ്പം? എന്നാ ചോദിക്കുന്നേ. അത് കൈമളേട്ടൻ തന്നെ പ്രഭാവതിയോടൊന്ന് ചോദിക്കണം, എന്നെ ഇഷ്ടമാണോ എന്ന്. അപ്പോഴേ ഞാൻ നിന്റെ ആരാ? കല്യാണ ബ്രോക്കറോ? ഐ എം എൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർ, യു നോ ദാറ്റ്. ചെന്ന് അവളോട് പറയടാ ഐ ലവ് യു എന്ന്. ഐ ലവ് യു മിസ് പ്രഭാവതി. ഇതൊന്നും ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. സാറെന്താ എത്ര ടെൻഷനില്? ഞാൻ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ സാർ ഇതുവരെ കല്യാണം കഴിച്ചില്ലേ? ഞാൻ വിചാരിച്ചു സാറ് കല്യാണം കഴിച്ച് 2 കുട്ടികളുടെ അച്ഛനെ ആയിരിക്കുമെന്ന്. ഒന്ന് പോടി, സാറിന് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. പെണ്ണേതാ സാർ? ഒരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനി പെൺകുട്ടിയുടെ സമ്മതം കൂടി കിട്ടിയാലേ കല്യാണം നടക്കും. സാറിനെ കണ്ട ഏത് പെണ്ണാ ഇഷ്ടപ്പെടാത്തത്? അങ്ങനെ എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാവരെയും അങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ സങ്കല്പങ്ങളുണ്ട്. അത് കറക്റ്റാ. അതെ, പ്രഭാവതിയുടെ സങ്കല്പം എന്താ? എന്റെ സങ്കല്പത്തിലെ ഭർത്താവിന് മീശയില്ല. എന്താ എല്ലാരും കൂടി പുറത്തിറങ്ങി നിൽക്കുന്നേ? ചേച്ചിയും കാത്തു തന്നെ നിൽക്കുന്നേ. വിശേഷം ഉണ്ടെത്താ കൂട്ടിക്കോളൂ. സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ പറയാറുള്ളത് വളരെ കറക്റ്റാ. ജോലി കിട്ടിയാൽ ഒരു നല്ല ബന്ധം കിട്ടുമെന്ന്. എന്നാലും ഇത്ര പെട്ടെന്ന് വേണമായിരുന്നോ? ആള് കേമിയാ. പിടിച്ചപ്പോ പുളിങ്കൊമ്പ് തന്നെയാ പിടിച്ചിരിക്കുന്നത്. മനസ്സിലായില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എന്താ മുത്തശ്ശ കാര്യം? പണ്ട് ഇളങ്കാവ് അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോ ഞാനൊരു പെണ്ണിനെ കണ്ടു മോഹിച്ചു. ഇവളുടെ അമ്പയെ പിന്നെ ഓടിച്ചിട്ടൊരു കല്യാണമല്ലായിരുന്നു. അതുപോലെ നിനക്കും ഒരാലോചന വന്നിട്ടുണ്ട്. ആരുടെ? നിനക്കറിയാവുന്ന എന്റെ ഒരു പഴയ സ്റ്റുഡന്റാ. സസ്പെൻസ് കള. ആരാമേ? ശേഖരൻകുട്ടി, നിന്റെ MD. സാറോ? ഒറ്റ ദിവസം കൊണ്ട് നീ അയാളെ എങ്ങനെ വെട്ടിൽ വീഴ്ത്തി? കളിയാക്കണ്ട. എന്റെ വിദ്യാഭ്യാസവും സ്മാർട്ട്നെസ്സും കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ ആലോചനയുമായി വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ മിടുക്ക. നിനക്കെന്താ എത്ര അസൂയ? ഒരസൂയല്ലേ ദൈവമേ. അയാൾ അറിയുന്നുണ്ടോ ഇവളെ കെട്ടിയുള്ള ഒരു അവസ്ഥ? എന്റെ സങ്കല്പത്തിലെ ഭർത്താവിന് മീശയില്ല. ഗുഡ് മോർണിംഗ് സാർ. എന്താ ഇത്ര ലേറ്റ്? സാറായിരുന്നു നേരത്തെ. അല്ല, മീശയെന്നാണ് പഠിച്ചാണോ?
എക്സ്ക്യൂസ് മീ. ഇന്നലെ ഞാൻ തന്നെയും കാത്ത് ബസ് സ്റ്റോപ്പിൽ എത്ര നേരം വെയിറ്റ് ചെയ്തെന്നറിയോ? ഞാൻ കാറായിട്ട് വന്നിരിക്കണേ. നിങ്ങൾ വിചാരിക്കും പോലെ ഒരു പെണ്ണല്ല ഞാൻ. ഇന്നലെ കറക്റ്റ് സമയത്ത് ഓഫീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാ ഞാൻ ലിഫ്റ്റ് ചോദിച്ചത്. ഇന്ന് എന്തായാലും ലീവ് എടുക്ക്, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഏതായാലും ഞാനൊരു ലിഫ്റ്റ് തന്നതല്ലേ, തിരിച്ചിങ്ങോട്ടൊരു ഗിഫ്റ്റ്. ഒരു കാർ നിന്റെ കോലവും കണ്ട് മയങ്ങി വരുന്ന പെണ്ണാ ഞാനിന്ന് കരുതിയോ? എന്താ പ്രശ്നം? ഞാൻ ഇവന്റെ കൂടെ ചുറ്റിക്കറങ്ങാൻ ചെല്ലണോന്ന്. ഓഹോ, അത് ശരി. എന്താ ഞാൻ വന്നാ മതിയോ? എന്താ ഒന്നും മിണ്ടാത്തത്? പോടാ പോടാ. ചേട്ടൻ എന്താ ചൂടാവണേ? ഞാൻ വിചാരിച്ചത് ഒരു പോക്ക് കേസാന്നാ. നമുക്കിതല്ലെങ്കിൽ വേറെ. ആ പോ 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 പോ. പോട്ടെ പെങ്ങളെ. ആ വണ്ടിയിൽ എടുത്തോണ്ട് വയ്ക്കും. ഏതാ ഇവൻ? എനിക്കൊരു പരിചയമില്ല. പിന്നെ അന്ന് കൃത്യസമയത്ത് ഓഫീസിൽ എത്തിയത് ആ കുരിശിന്റെ ബൈക്കിൽ ലിഫ്റ്റ് കിട്ടിയിട്ടാ. അത് ശരി, അവൻ തെറ്റിദ്ധരിച്ചതിൽ കാര്യമുണ്ട്. ഈ ആണുങ്ങളായാലും അങ്ങനെയാ, ഒന്ന് മിണ്ടിയാ മതി ഉടനെ തെറ്റിദ്ധരിക്കും. പിന്നെ കൂടെ ചെല്ലാൻ നിർബന്ധിക്കും. ചിലർക്കൊന്ന് കണ്ടാ മതി, അപ്പോഴേക്കും പ്രേമം തുടങ്ങും.